ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ശരിക്ക് തിങ്കളാഴ്ചയാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ ഞായറാഴ്ചയിലത്തെയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ശനിയാഴ്ച വൈകുന്നേരം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത, നെഞ്ചത്ത് കൂടെയാണോ പുറത്ത് കൂടെയാണോ ആകെ കൂടെ ഒരു അസ്വസ്ഥത വന്ന് ഞാൻ ഒരു വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ നിന്നില്ല. അങ്ങനെയൊക്കെ എടുക്കുക ചെയ്തത്. അപ്പോൾ ഇതിന്ന് ഞായറാഴ്ച രാവിലത്തെ സംഭവമാണ് കേട്ടോ. ഞാൻ രാവിലത്തെ പതിവുപടി എണീറ്റെങ്കിലും ഞാൻ ഒരു 5:30 വരെ സുഖമായിട്ട് അവിടെയൊക്കെ എടുക്കുക ചെയ്തത്. സുഖമായിട്ടെന്നല്ല, എനിക്ക് എന്താ പറയുക, പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റാണ്ട് ഞാൻ എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ കുട്ടികളാണ് എല്ലാ കാര്യങ്ങളും നോക്കിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുട്ടികളുടെ വീഡിയോസിൽ എല്ലാ വിശേഷങ്ങളും. ഇതിപ്പോൾ രാവിലെ ഞാൻ എണീറ്റ് എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് വരെയുള്ളതാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ പോയി കിടന്നത്. അപ്പോൾ നമ്മളുടെ പതിവ് പോലെ എണീറ്റ് പ്രാർത്ഥനയ്ക്ക് എത്തിച്ച് അടുക്കളയിൽ വന്ന് കാപ്പിയൊക്കെ കുടിച്ച് ഞാൻ ചായ വെച്ചു. രാവിലെ തന്നെ ചായയൊക്കെ വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒട്ടും പറ്റാണ്ടായപ്പോഴാണ് ഞാൻ കുട്ടികളോട് പറഞ്ഞിട്ട് പോയിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് പോയത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശനിയാഴ്ച രാത്രി കഴിച്ച ഐസ്ക്രീമും നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അതിൻ്റെയൊക്കെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടാണല്ലോ. അങ്ങനെ ഞാൻ കിടന്ന് 5:30 അല്ല 6:30 7 അപ്പോൾ കുട്ടികൾ പറഞ്ഞു, ഇനി ഇങ്ങനെ കിടക്കണ്ട, ഇന്ന് മദേഴ്സ് ഡേ നല്ലൊരു ദിവസമായിട്ട് പുറത്ത് പോകണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിത് പുറത്ത് പോയതാണ്. അപ്പോൾ ആദ്യം പോയത് നമ്മുടെ ബിഗ് ബസാറിലേക്കാണ് കേട്ടോ. ബിഗ് ബസാറല്ല, ഇപ്പോൾ അത് സ്മാർട്ട് ബസാറാണല്ലോ, അത് റിലയൻസിൻ്റെ. സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പോകുമ്പോൾ പലചരക്കും സാധനങ്ങളൊക്കെ വാങ്ങിക്കുക റിലയൻസിൽ നിന്നാണ്. കാരണം കൂടുതൽ ഓഫർ റിലയൻസിലാണ് കേട്ടോ. ഞങ്ങൾ എപ്പോഴും വാങ്ങിക്കുന്നത് കൊണ്ടാണ് ഇത്രയും വ്യക്തമായിട്ട് പറയുന്നത്. സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങിക്കാനാണെങ്കിൽ പോകേണ്ടത് നമ്മൾ റിലയൻസിലാണ്. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ സ്റ്റെപ്പിലും, ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ പരന്ന് കിടക്കണ കാരണം തിരഞ്ഞെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, സമയം കുറച്ചധികം വേണം. കോട്ടയമലത്തെ റിലയൻസ് ആണെങ്കിൽ പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരാം. ഒക്കെ ഈ നിന്ന് തിരിയണോടത്താണ്. പിന്നെ മുകളിലൊരു ഫ്ലോർ ഉണ്ടെന്നുള്ളൂ. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കയറുമ്പോൾ തന്നെ എല്ലാ ഓഫേഴ്സും മുമ്പിൽ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് നോക്കിയിട്ട് എന്തൊട്ടാണ് വേണ്ടെങ്കിൽ എടുക്കാം. അപ്പോൾ കുട്ടികൾക്കുള്ള സ്നഗ്ഗി ഇതൊക്കെ ഭയങ്കര വില വ്യത്യാസമായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു കുട്ടികൾ കേട്ടോ. അതുപോലെ ഹാൻഡ് വാഷ്, മറ്റേ ലിക്വിഡ് ഡിറ്റർജൻറ്റ്, പിന്നെ സോപ്പ് മറ്റേ എന്താ പറയുക ലിക്വിഡ് സോപ്പ് വാഷ്, പിന്നെ എല്ലാ സംഭവങ്ങളും ഇവിടെ എന്താ പറയുക ഭയങ്കര വില വ്യത്യാസമാണ്. അപ്പോൾ ഞങ്ങൾ ചില സമയത്ത് ചെല്ലുമ്പോൾ കാണാം കച്ചവടക്കാർ പോലും ഈ ഓരോ ട്രോളി നിറച്ച് സാധനങ്ങളും കൊണ്ട് പോണത്. കാരണം അത്രയും വില വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് സാധാരണ വാങ്ങിക്കുന്നവർക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ വ്യത്യാസങ്ങൾ അറിയാം. അപ്പോൾ ഓരോന്നിനും ഓരോ സെക്ഷനാണ്. ഇത് മൊത്തം പെയിൻ കില്ലേഴ്സും പെയിൻ ബാമുകളും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ ഒരു വസ്തു മുഴുവൻ എന്താ പറയുക ഡ്രിങ്ക്സ് ഉണ്ട്. ഇത് മൊത്തം സോപ്പുകൾ, മറ്റേ മെഴുകുതിരികൾ, സാമ്പ്രാണി, അങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പോൾ എല്ലാത്തും എഴുതി വെച്ചിട്ടുണ്ട് buy 1 get 1 free എന്നുള്ളത്. അപ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ളത് എടുക്കാം. ഇപ്പോൾ 2 എണ്ണം വേണ്ടാന്നുണ്ടെങ്കിൽ ഒരെണ്ണത്തിൻ്റെ കാശ് കൊടുത്താൽ മതി. അതായത് 10 രൂപയുടെ ഒരു സാധനമാണെങ്കിൽ buy 1 get 1 free എന്ന് പറയുമ്പോൾ 2 എണ്ണം എടുക്കണമെന്നില്ല. ഒരെണ്ണം എടുത്തിട്ട് 10 രൂപ കൊടുത്താൽ മതി. അല്ല 5 രൂപ കൊടുത്താൽ മതി. സോറി, തെറ്റി പറഞ്ഞതാണ് കേട്ടോ. അതായത് വാങ്ങിക്കുന്ന സാധനത്തിൻ്റെ 50% കുറവ്. 2 എണ്ണം എടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. എന്തൊക്കെയോ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി, ക്ഷമിക്കുക. അപ്പോൾ അങ്ങനെ ഞങ്ങളപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് പോയി കണ്ടതിന് ശേഷമാണ് ഓരോ സാധനങ്ങൾ എടുത്തു തുടങ്ങിയത്. കാരണം ഞങ്ങളിനി ഇവിടെ നിന്ന് നെസ്റ്റോയിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് മൊത്തം പ്രിങ്കിൾസ്, പിന്നെ ലേസ്, അങ്ങനെയുള്ള സംഭവങ്ങൾ, മറ്റേ കുട്ടികൾക്ക് നല്ല എല്ലാവർക്കും കഴിക്കാവുന്നത്. പക്ഷേ ഇങ്ങനത്തെ ഒന്നും നമ്മൾ സാധാരണ വാങ്ങിക്കാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് പാച്ചു പതിയുമ്പടി അവന് ബോക്സുകൾ, കുപ്പികളൊക്കെ കണ്ടങ്ങനെ നിരത്തി വെക്കുക, അത് അടക്കി വെക്കുക, അങ്ങനത്തെ ഒരു ശീലമാണ്. അപ്പോൾ ഇത് നമ്മളുടെ സിറപ്പുകളാണ് കേട്ടോ. റോസിൻ്റെ ഫ്ലേവർ, പിന്നെ സ്ട്രോബെറിയുടെ ഫ്ലേവർ, അങ്ങനെയുള്ള സിറപ്പുകളാണ്. നല്ല സംഭവങ്ങൾ. ഇപ്പം ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം അന്ന് കൊണ്ടുവന്നല്ലോ മറ്റേ ചെമ്പരത്തിയുടെയും റോസിൻ്റെയും ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അത് വെച്ചിട്ടാണ് കേട്ടോ കഴിക്കാറ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അപ്പാപ്പനും മോനും ഇവിടെ എവിടെയും പാച്ചുവിനെ ചാക്കോച്ചനെ അങ്ങനെ അധികം കൊണ്ടുവരാണ്ടിരിക്കാൻ നേരെ വന്ന് അവിടെ ഒരു ചെയറിലൊരു വശത്തിരുന്നു. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ കാറിലേക്ക് കയറ്റിയിട്ട് എവിടെയും അവനെ കൊണ്ടുപോകാറില്ല. ഇതിപ്പോൾ ഒറ്റയ്ക്ക് വീട്ടിൽ ആരെങ്കിലും ഒരാൾ ഇരിക്കണ്ടേ എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചിറങ്ങിയത്. അപ്പോൾ ഇതൊക്കെ 49 രൂപ, ഏതെടുത്താലും 49ൻ്റെ സെക്ഷനാണ് കേട്ടോ. അപ്പോൾ ഇതിൽ 100 രൂപയുടെ സാധനങ്ങളുണ്ടാവും, പല സംഭവങ്ങളുണ്ടാവും. അപ്പോൾ ചിലർ വിചാരിക്കും എക്സ്പയറി കഴിഞ്ഞിട്ടുള്ളതാണ്. ഒരിക്കലുമല്ല. അത് നോക്കി പ്ലാസ്റ്റിക് ഈ 2 കുപ്പി 50 രൂപ, 49 രൂപ. അപ്പോൾ അങ്ങനെ
ഇതൊക്കെ ഈ സെക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഏതെടുത്താലും 99 രൂപ. അപ്പോൾ ഇതിലും ഈ പറഞ്ഞ പോലെ 99നേക്കാൾ കൂടുതൽ വിലയുള്ള സാധനങ്ങളാണ് ഇവിടെ 99 രൂപ ഏതെടുത്താലെന്ന് പറഞ്ഞിട്ട് ഇട്ടിരിക്കുന്നത്. അവിടെയും നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ എക്സ്പയറി ഡേറ്റ് നോക്കിയെടുക്കണം. എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ അയ്യോ കഴിഞ്ഞ ആഴ്ചയായിരുന്നുള്ളൂ ഇതിൻ്റെ എക്സ്പയറി എന്ന് പറയാനുള്ളൊരു അവസരം വരരുത്. പിന്നെ ഇവർ എക്സ്പയറി കഴിഞ്ഞ സാധനങ്ങൾ ഒരു ബാസ്ക്കറ്റിൽ അവിടെ വേറെ ഇട്ടിട്ടുണ്ട്. അതായത് 2-3 ദിവസം അവശേഷിക്കുന്നതൊക്കെ. ഇതിപ്പോൾ അതേ 149 രൂപയുടെ സാധനമാണ് 100 രൂപയ്ക്ക് ഇട്ടേക്കുന്നത് ടിഫിൻ ബോക്സ്. പിന്നെ ഇത് എന്താ പറയുക, അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇട്ടേക്കുന്നത് ഇതൊക്കെ ഫ്രഷ് പീസുകൾ മുകളിലുണ്ട്. അത് ഏതെടുത്താലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ അതിൻ്റെ വില. അല്ലാണ്ട് ഇവിടെ ഇട്ട ഐറ്റംസിന് മാത്രമല്ല, എന്താ പറയുക, എണ്ണത്തിന് മാത്രമല്ല, ഇതിൻ്റെ ഏതായാലും മുകളിലിരിക്കേണ്ട അത് ഏതെടുത്താലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാനിത് വിശദീകരിച്ച് കാണിച്ചു തരണത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്കും ഇതുപോലെ കുറേ പേർക്കൊരു ധാരണയുണ്ട് സൂപ്പർ മാർക്കറ്റിൽ കയറുമ്പോൾ ഭയങ്കര വിലയാവും എന്നുള്ളത്. ഈ വലിപ്പം കണ്ടിട്ട് ഒരിക്കലും അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ പുറത്ത് വാങ്ങിക്കുന്നതിനേക്കാൾ 2 രൂപ കുറവിനാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഒരു വട്ടെങ്കിലും നിങ്ങളൊന്ന് പോയി ട്രൈ ചെയ്ത് നോക്കുക. ഈ മറ്റേ പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെയുള്ളിടത്തൊന്ന് പോയി നോക്കുക. റവ മൈദയൊക്കെ ബൈ 1 ഗെറ്റ് 1 ഫ്രീ ആണ്. അതായത് നമ്മൾ വാങ്ങിക്കുന്നതിൻ്റെ പകുതി വിലയേ വരുന്നുള്ളൂ. അവിടെ നിന്ന് ഞങ്ങൾ അത്യാവശ്യം വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം ഞങ്ങൾ നെസ്റ്റോയിലേക്കാണ് പോയത്. അപ്പോൾ ആദ്യം ഞങ്ങൾ വിചാരിച്ചത് അക്കിയുടെ അവിടെ പോയിട്ട് ചാക്കോച്ചനെ അവിടെ ഇറക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നോക്കിയപ്പോൾ വേണ്ട, പിന്നെയും ലേറ്റാവും, ഓൾറെഡി ലേറ്റായി. അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ പോയി. അവിടെയും അപ്പാപ്പനും മോനും ഒരു വശത്ത് കുറച്ച് നേരം ഒതുങ്ങിയിരുന്നു. പിന്നെ ഞങ്ങൾ പറഞ്ഞു എല്ലാവർക്കും ഒന്നിച്ച് പോകാം. കാരണം അപ്പാപ്പനും ഒറ്റപ്പെട്ട് കുട്ടിയെ കൊണ്ട് നീങ്ങിയിരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് കാണുന്നവർക്കൊരു ഫീൽ. അപ്പോൾ ഡിവൈൻ പറഞ്ഞു സാരില്ല, നമുക്ക് അങ്ങനെ കൊണ്ടുപോയി പതുക്കെ കൊണ്ടുപോയിട്ട് ശീലിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട്. പിന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നെസ്റ്റോയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. പക്ഷേ നല്ല സാധനങ്ങൾ, അതായത് 50% എന്നോ 25% എന്നുള്ള ഒരു കണക്കൂട്ടലില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ സാധനങ്ങൾ അധികം വിലയില്ലാണ്ട് എന്ന് വെച്ച് പകുതി കാശിനോ അല്ലെങ്കിൽ ഇത്ര % ഡിസ്കൗണ്ടോ അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ കുക്കീസാണെങ്കിൽ ഒരു സ്ഥലം മൊത്തം കുക്കീസാണ്. ഒരു വശത്ത് കപ്പ് കേക്കുകളാണെങ്കിൽ അവിടെ അത് മാത്രമാണ്. ഇതൊക്കെ പഴയ തരം സ്വീറ്റ്സ്, കോക്കനട്ട് സ്വീറ്റ്സ് ഇത് പറഞ്ഞിട്ട് അങ്ങനെ തേനിലാവ് എന്തൊക്കെ വേണം എല്ലാ ടൈപ്പുണ്ട്. അതിന് ഓരോന്നിനും ഓരോ സെക്ഷനാണ് കേട്ടോ. ഇപ്പോൾ റസ്കുകളാണെങ്കിൽ തന്നെ കുഞ്ഞ് റസ്ക് തൊട്ട് ബേബി റസ്ക് എന്ന് പറയും പണ്ടൊക്കെ, അത് തൊട്ട് വലിയ റസ്ക് ഉണ്ടോ, തേനിലാവൊക്കെ ഇരിക്കുന്നുണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ മുകൾ ഭാഗം മൊത്തം ഇങ്ങനെ വുഡൻ സ്പൂൺസും സ്പാച്ചുലേഴ്സൊക്കെ ഞാത്തിയിട്ട ടൈപ്പാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ കുട്ടികൾക്കുള്ള മറ്റേ കേക്കുകൾ, സ്വിസ് റോളുകൾ, അങ്ങനെയുള്ള കണ്ടമാനം സാധനങ്ങളുണ്ട്. അപ്പോൾ ഓരോന്നിനും ഓരോ സെക്ഷനാണ്. അപ്പോൾ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ എല്ലാതും ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവങ്ങളുണ്ട് കേട്ടോ. വറുത്ത സാധനങ്ങളായാലും ഐസ്ക്രീമിൻ്റെ സെക്ഷനായാലും ഇതുണ്ട്. ഗീ റസ്ക്കാണ് ആ ബോക്സിലിരിക്കുന്നത്. ഇത് ഫുൾ അലുവയാണ് ഇരിക്കുന്നത്. ഇത് മുഴുവൻ കുക്കീസാണ്. അപ്പോൾ അങ്ങനെ എല്ലാ സെക്ഷനും ഉണ്ട് കേട്ടോ. ഈ കുക്കീസ് ഭയങ്കര ടേസ്റ്റ്. ഇവിടെ കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വാങ്ങിക്കേണ്ട സംഭവമാണ്. ഇത് മുന്തിരി 3 ടൈപ്പും 99 രൂപ. അതെനിക്ക് തോന്നുന്നു ഓരോ കിലോ ഞാൻ തോന്നുന്നുണ്ട് തൂക്കി കവറിലാക്കി വെച്ചേക്കാം. അപ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ളത് നോക്കി എടുക്കാം. അപ്പോൾ കവറിലത്തെ നന്നായി തോന്നിയില്ലെങ്കിൽ ഏത് കവറിലാണ് നല്ലത് തോന്നുന്നതെന്ന് വെച്ചാൽ അതെടുക്കാം. ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ സാലഡ് ഐറ്റംസ് ഉണ്ട്, അച്ചാറുകളുണ്ട്. അപ്പോൾ ഇത് മിക്സ് ഓൺ സാലഡ് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് മിക്സ് ചെയ്തെടുക്കാം. കിലോ എത്രയ്ക്കാണ് 62.50. ഞാൻ ബോർഡ് ഇപ്പം ഞാൻ വിട്ടുപോയി. അതുപോലെ അതേ തണ്ണിമത്തങ്ങ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾക്ക് ആവശ്യത്തിനനുസരിച്ച് മുറിച്ചെടുത്ത് പോയി വെയിറ്റ് നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള പീസ് എടുത്താൽ മതി. അല്ലാണ്ട് ഒരെണ്ണം എടുക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഈ വശത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ ചെടികളാണ്. നല്ല തരം ചെടികളും കാര്യങ്ങളും കൊണ്ട് നമുക്കതിങ്ങനെ വാങ്ങിക്കൊണ്ട് പോയിട്ട് നട്ടാൽ മതി. ഒക്കെ 150 മുകളിലാണ് കേട്ടോ. ചെറിയ വക ചെടികൾ ഞാൻ കണ്ടില്ല. അപ്പോൾ ഇതൊക്കെ ദേ പുറമേ നമ്മൾ ഗൾഫുകളിൽ മറ്റേ അവിടെയൊക്കെ കിട്ടുന്ന പോലെയാണ് ഹെർബ്സും പിന്നെ മുളപ്പിച്ച ഇതും ഒക്കെ ഇവിടെ ഒരു വശം മൊത്തം അങ്ങനെയാണ്. പിന്നെ എന്താ പറയുക, ഇത് മുതിര മുളപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ സംഭവം ഞാനും മുളപ്പിച്ചിട്ട് തന്നെയാണ്. എനിക്ക് ശരിക്കും ആദ്യമൊക്കെ ഞാൻ സ്ഥിരം മുളപ്പിച്ച പയറുവർഗ്ഗങ്ങളാണ് കഴിച്ചിരുന്നത്. പിന്നെ അത് നമുക്കതൊരു മടുപ്പായി തോന്നി. നമ്മൾ തന്നെ മുളപ്പിച്ചിട്ട് വരുമ്പോൾ നമുക്കത് ശരിക്കും മടുപ്പ് പോലെയായിരുന്നു. അപ്പോഴേക്കും ദേ ചാക്കോച്ചൻ പതുക്കെ ഓച്ചുവിൻ്റെ കയ്യിലായിട്ടോ. അപ്പോൾ ഓച്ചുദേ ഓരോ മുക്കും മൂലയും കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചാക്കോച്ചന്. അപ്പോൾ അങ്ങനെ ദേ എന്താ പറയുക, പർച്ചേസിങ് ആണ്, അവരുടെ വക പർച്ചേസിങ് ആണ്. അപ്പോൾ അവനെങ്ങനെയാണെന്ന് വെച്ചാൽ കാണുന്നവരൊക്കെ കണ്ട് ചിരിച്ചു മയക്കി. പക്ഷെ നമ്മൾ ആരെക്കൊണ്ടും എടുക്കാൻ സമ്മതിച്ചില്ല. ആ ട്രോളീനെ എന്നെ ഇരുത്തി
പിന്നെ നമ്മളെടുത്ത് കൊണ്ടുപോവുക ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ സ്വിസ് റോളാണ്, 99 റുപ്പീസ്. അപ്പോൾ അതായത് 6 പീസോ 7 പീസോ അങ്ങോട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം ഇതുപോലെ ഒരു ഉച്ചതിരിഞ്ഞ് 12 മണി വരെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഫാമിലിയായിട്ട് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വരുന്ന സമയത്ത് രാത്രി കുട്ടികളെയും കൊണ്ട് ഒരു എന്താ പറയുക, ഒരു ട്രിപ്പ് പോണ പോലെ ഒരു ഔട്ടിങ്, രാത്രി ഒരു ഡിന്നർ കഴിക്കാനായിട്ട് നിങ്ങൾ അവിടെ പോവുക. അവിടെ പോയി അവിടെ ബിരിയാണിയൊക്കെ ഭയങ്കര വില കുറവാണ്, ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. പലതരം ഫുഡ് ഐറ്റംസ് ഉണ്ട് അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങി അവിടെ തന്നെ ഇരുന്ന് കഴിക്കണമെങ്കിൽ അവിടെ നിന്ന് കഴിക്കാം, അല്ലെങ്കിൽ അവിടെ നിന്ന് വാങ്ങി നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കാം. അവിടെ ഇഷ്ടംപോലെ സാധനങ്ങൾ വേറെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അപ്പോൾ ഗൾഫ് കൺട്രീസിൽ പോയിട്ട് നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകണം അതേ പ്രതീതിയാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ. അപ്പോൾ നമുക്ക് അവിടേക്കൊന്നും എല്ലാവർക്കും പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഫാമിലീനെയും കൊണ്ട് ഒരു ദിവസം ഫുള്ള് കറങ്ങാനുള്ള സ്ഥലമുണ്ട് ഇതിൽ. മൂന്ന് നിലയും നിറച്ച് സാധനങ്ങളാണ്. അപ്പോൾ ഓരോ വശം കണ്ടു വരുമ്പോഴേക്കും നമ്മളുടെ ഒരു ദിവസം ശരിക്കും കഴിയും. ഒരു ഉച്ചയ്ക്ക് പോന്നു കഴിഞ്ഞാൽ രാത്രി ഡിന്നറും കഴിഞ്ഞ് ഇറങ്ങാം. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതേ സാധനങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിയത് സാധനങ്ങളാണ്. അപ്പോൾ രണ്ടിടത്തുനിന്ന് വാങ്ങിയ സാധനങ്ങളാണ് ഇപ്പോൾ ശരിക്കും ഡിക്കി ഫുള്ളായി. അപ്പോൾ ഇതാണ് ഞങ്ങൾ രാത്രി കഴിക്കാൻ വേണ്ടി വാങ്ങിയത്. ഒരു കോംബോ വാങ്ങി, പിന്നെ ബിരിയാണി വാങ്ങി, പിന്നെ കുട്ടികൾക്ക് വിങ്സ് എന്തോ വാങ്ങി. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറയാറുണ്ട്, അമൂലിൻ്റെ നമ്മളുടെ ഇതാണ് ഏറ്റവും നല്ലതെന്ന്, മറ്റേ ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ ഇത് നമ്മളുടെ നഗറ്റ്സ്, പിന്നെ സോസേജ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് മൊമെൻറ്റിൽ ബില്ലിടാൻ നിന്നപ്പോൾ സോസേജുമ്പോൾ മറ്റേ ബാർകോഡില്ല, അപ്പോൾ അതുകൊണ്ട് തിരിച്ച് വെക്കേണ്ടി വന്നു. ഇത് ഞാൻ മുമ്പ് എപ്പോഴോ കഴിച്ചിട്ടുണ്ട്, സ്പാർക്ക്ലിംഗ് കോഫി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്ക് ഇത് കണ്ടപ്പോൾ ഞാൻ ഒരു ഫ്ലേവർ എടുത്തതാണ് കേട്ടോ. അത് റിലയൻസിൽ നിന്നാണ്. പിന്നെ ഇത് റിലയൻസിൽ ഈ പറഞ്ഞ പോലെ മറ്റേ ക്രീമുകൾക്ക് മാമകത്തിൻ്റെ പ്രോഡക്ട്സിനൊക്കെ ഭയങ്കര ഓഫർ നടക്കുന്നുണ്ട്. അപ്പോൾ മറ്റേ എന്താ പറയുക, സാധനം ക്രീമുകളും ഷാമ്പു അങ്ങനെയൊക്കെ വാങ്ങിക്കേണ്ട ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും ബിഗ് ബസാറിൽ പോകണം കേട്ടോ. കാരണം അത്രയും ഓഫേഴ്സാണ് നടക്കുന്നത്. അപ്പോൾ ഇന്നാളും ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു സംഭവം കൂടുതൽ പറഞ്ഞപ്പോൾ അവർ വിചാരിച്ചു, അവരെന്നോട് ചോദിച്ചത് നിങ്ങൾക്ക് എത്ര കാശ് തന്നിട്ട് ഇങ്ങനെ പറയിക്കണേന്നാ. അങ്ങനെയൊന്നുമല്ല. ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ എന്നെ സ്നേഹിക്കുന്ന കുട്ടികളാണ് ഇത് മുഴുവൻ കാണുന്നവർ. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു അനുകൂലം മറ്റു കുട്ടികൾക്കും കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കാണിക്കുന്നത് കേട്ടോ. അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അല്ലാണ്ട് ഇത് ഇപ്പോൾ ഞാൻ ബിഗ് ബസാറിൽ അല്ലെങ്കിൽ റിലയൻസിനെ കാണിച്ചിട്ട് എനിക്ക് 5 പൈസയുടെ ഗുണമില്ല, വേണ്ട നെസ്റ്റോനെ കാണിച്ചാലും എനിക്ക് ഗുണമില്ല. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് കിട്ടുന്ന ആ ഒരു ഡിസ്കൗണ്ടും കാര്യങ്ങളും നിങ്ങൾക്കും കിട്ടണം. അതുവഴി നിങ്ങൾക്കും 10 രൂപ കൂടുതൽ ലാഭം കിട്ടണമെങ്കിൽ അത് നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് കാണിക്കുന്നത് കേട്ടോ. അപ്പം നല്ല മനസ്സിലെടുക്കുക. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ ക്രിംബറിയുടെ ലസ്സിയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ കുറേ നാളായി ഞാനത് വാങ്ങിക്കണം വെച്ചപ്പോൾ ഡോൺ അത് കണ്ടപ്പോൾ വേഗം വാങ്ങിയതാട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഒരു എന്താ പറയുക, വല്ലാണ്ടുള്ള ആ മൂകതയും കാര്യങ്ങളൊക്കെ മാറിയിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോൾ ഗ്രൂപ്പിലുള്ള കുട്ടികളോട് പറയാം. അപ്പോൾ അവരൊക്കെ എന്ത് പറ്റിയ ആൻറ്റി, എന്താണ് ഉണ്ടായ, ഗ്രൂപ്പിലും കണ്ടില്ലല്ലോ എന്ന് പറയായിരുന്നു. അപ്പോൾ ഞാൻ അവരോടൊക്കെ ഇന്നലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്താ പറയുക, അത്രയും കെയറിങ് ആട്ടോ. എല്ലാ കുട്ടികളും അതെ നമ്മളെ ഒന്ന് കാണാണ്ടാകുമ്പോഴേക്കും എന്ത് പറ്റി ഏത് പറ്റിയെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ സമയത്ത് പുറത്തിറങ്ങുമ്പോഴും തിരിച്ച് വരുമ്പോഴും ഞാൻ അവരോട് എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്. അപ്പോൾ ആ പറയുന്ന വീഡിയോ അറിയാണ്ട് ഇതിൽ വന്ന് പെട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ സാരമില്ല, അപ്പോൾ നിങ്ങൾക്കും കാണാമല്ലോ, അതുപോലെ ഗ്രൂപ്പിലെ കുട്ടികൾക്കും കാണാം. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കൺക്ലൂഷൻ എടുത്തതാണ്. പക്ഷേ എനിക്ക് പറ്റിയില്ല. അങ്ങനെ തിങ്കളാഴ്ച രാവിലെ ഇന്നത്തെ ദിവസമാണ് കേട്ടോ. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് എനിക്ക്. പക്ഷേ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, എല്ലാതും ഞാൻ സാധാരണ തലേ ദിവസം രാത്രി ഒക്കെ ഒതുക്കിയിട്ടിട്ടാണ് കിടക്കാറ്. പക്ഷേ എനിക്കത് ഇന്നലെ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ കുറച്ച് ഒതുക്കവും കുറവും കാണാം. പക്ഷേ രാവിലെ എണീറ്റപ്പോഴേക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രെഡായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ റിലയൻസിൽ നിന്ന് 2 ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബൈ 1 ഗെറ്റ് 1 ഫ്രീ ആണ്. അപ്പോൾ അതിൽ ഒരെണ്ണം എടുത്തിട്ട് 2 എടുത്തു, ബാക്കി 3 പീസ് അങ്ങോട്ട് വേണ്ടി വന്നുള്ളൂ. അപ്പോൾ ബ്രെഡും ജാമും കഴിച്ചവരുണ്ട്, ബട്ടർ കഴിച്ചവരുണ്ട്, സാൻഡ്വിച്ച് കഴിച്ചവരുണ്ട്. അങ്ങനെ പല രീതിയിലാണ്. പല ബ്രെഡാകുമ്പോൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച്, അതുപോലെ ദോശയും ഞാൻ പറയും അവരവർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോളാം. അപ്പോൾ അങ്ങനെ നമ്മുടെ പാച്ചുട്ടൻ പ്ലേ സ്കൂളിൽ പോകാനുള്ള ഒരുക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ഡിമ്പിളിനും ഈ പറഞ്ഞ പോലെ ഒന്ന് ദയയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ പാച്ചു അപ്പാപ്പൻ്റെ കൂടെ പോകാനായിട്ട് ഇതാ റെഡിയായി. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് തോമുട്ടൻ പോയി കേട്ടോ, ഡോണിൻ്റെ കൂടെ പോയി. ആ സമയത്തൊന്നും ഞാൻ എണീറ്റുണ്ടായിരുന്നില്ല, ഞാൻ ഉഷാറായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ സമയത്ത് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വന്ന് എണീറ്റിരുന്ന് കാപ്പി കുടിക്കുന്ന നേരത്താണ് അവർ പോയത്. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് അങ്ങോട്ട് ഉഷാറാവുമല്ലോ. അപ്പോൾ അങ്ങനെ
ഇന്നലെ കുട്ടികൾ കൂടിയിട്ട് കുറച്ച് ചളി ആ സ്പൂണുമായിട്ട് ഉരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വാഷ് ചെയ്യുകയാണ് ഡിവൈൻ. അങ്ങനെ ഡിംപിൾ ഡാഡിയുടെ കൂടെ പാച്ചുവിനെ കൊണ്ടാക്കിയതിന് ശേഷം ഡാഡിയുടെ കൂടെ ഡോക്ടറെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആ പോയതിന് ശേഷമാണ് ഞാൻ നമ്മളുടെ നടയിലും തിരി കത്തിച്ചതും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, എണീറ്റപ്പോൾ മൊത്തം ഡിസോർഡർ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു സമാധാനത്തിൽ നമ്മൾക്ക് എന്താ പറയുക, ഇതിനൊക്കെ നമുക്ക് വളരെ മനസ്സിരുത്തി ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ നടയിൽ പ്രാർത്ഥിക്കുക എന്നൊക്കെയുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു സമാധാനത്തിൽ ചെയ്യാമെന്ന് വെച്ചാൽ ഇവരൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ മെഴുകുതിരി കത്തിച്ചതും പ്രാർത്ഥിച്ചു. ലൈറ്റ് എണീറ്റ വഴിക്ക് ഡാഡി ഇടും കേട്ടോ, മെഴുകുതിരി കത്തിക്കില്ല എൻ്റെ പണിയാണ്. അങ്ങനെ ഡാഡിയും മോളും കൂടിയിട്ട് പോയി. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞതും അപ്പോഴാണ് ഞാൻ ശരിക്കും കുറച്ച് പാക്ക് ചെയ്യാണ്ടായിരുന്നു കാര്യങ്ങൾ. അപ്പോൾ ഞാനത് പാക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ഇരുന്ന സമയത്ത് മഴ പെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെ ഡാഡി മോളും പാച്ചൂനിയും കൊണ്ട് തിരിച്ചു വന്നു. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞോണം കുഞ്ഞൊരു പർച്ചേസിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അവരും തിരിച്ചു വന്നു. അപ്പോൾ ആ ഗ്യാപ്പിലാണ് പിന്നെ ഡിവൈന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു, ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു കല്യാണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിവൈൻ ഡോണും ചാക്കോച്ചരിയും കൊണ്ട് പോയി. അപ്പോൾ അവർ പോയി വരുമ്പോഴേക്കും ഞാൻ ചോറൊക്കെ ഊറ്റി വെച്ചു. അപ്പോഴേക്ക് ഡിംപിൾ ഓടി വന്നിട്ട് വെണ്ടക്കായ ഉപ്പേരി വെച്ചു. അപ്പോൾ ഇന്നലെ മീൻ കൊഴുവ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു ഡിംപിൾ. അപ്പോൾ അതുകൊണ്ട് മീൻ വറുത്തതും ഈ വെണ്ടക്കായ ഉപ്പേരി, പിന്നെ നമ്മുടെ കാലിക്കറ്റ് മറ്റേ അച്ചാറുണ്ടല്ലോ, ആ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് കൂട്ടിയിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. അപ്പോൾ പാച്ചുവിനെ എങ്ങനെയാണെന്ന് വെച്ചപ്പോൾ കേടായ ഫോണുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് കളിക്കലാണ്. അവന് ഫോൺ കൊണ്ട് എന്തെങ്കിലും ചെയ്യാമെന്നുള്ളൂ. അപ്പോൾ കേടായ ഫോണുകളൊക്കെ കൂടിയിട്ട് കൊടുത്ത് ചാർജ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ അത് വർക്ക് ചെയ്യൊന്നുമില്ല, പക്ഷെ അവൻ മാക്സിമം അത് വർക്ക് ചെയ്യാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. അപ്പോൾ അപ്പാപ്പൻ്റെ കയ്യിൽ കൊടുക്കും, എൻ്റെ കയ്യിൽ തരും, അങ്ങനെ കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അവന് മനസ്സിലാവണില്ല എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും 4 മണിയാകുമ്പോഴേക്കും ഡിവൈനും ഡോണും ചാക്കോച്ചനും കൂടി വന്ന് തോമൂനെ വരും വഴിക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി മിൻസിലേക്കൊന്ന് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ പറഞ്ഞു, മമ്മി നല്ലോണം തലയിൽ എണ്ണയൊക്കെ ഇട്ട് കുളിച്ച് ഒന്ന് എന്താ പറയുക, ഒന്ന് ക്ലീനപ്പൊക്കെ ചെയ്ത് വന്നു കഴിഞ്ഞാൽ മമ്മിക്ക് കുറേയൊക്കെ ഉഷാറാവും. കാരണം ഭയങ്കര കരുവാളിപ്പായിരുന്നു എൻ്റെ മുഖത്ത്. ഉറക്കക്ഷീണത്തിൻ്റെ ആണോ എന്താണെന്നറിയില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു തുടങ്ങി. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഡോണിൻ്റെ കൂടെ പോയി മിൻസിൽ. അപ്പോൾ തൊട്ടടുത്താണ്, അതായത് ഞങ്ങളുടെ അവിടെ നിന്ന് തിരിഞ്ഞ് പൂച്ചട്ടി ജംഗ്ഷൻ കഴിഞ്ഞ് പെട്രോൾ പമ്പ് കഴിഞ്ഞ ബിൽഡിങ്ങാണ് മിൻസിൻ്റെ ബിൽഡിങ്. അപ്പോൾ ഡോൺ പോകും വഴിക്ക് എന്നെ അവിടെ ഇറക്കി തന്നു. അപ്പോൾ ഞാൻ അവിടെ പോയിട്ടുള്ള ബാക്കി വിശേഷങ്ങൾ ഞാൻ തന്നെ എടുത്തത് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തത്. അപ്പോൾ അത് ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻറ്റാണ് ഫസ്റ്റ് ചെയ്തത്. ഞാൻ പറഞ്ഞില്ലേ, കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു നിറച്ച്. ഞാനും ഡിംപിളെങ്ങനെയാണെന്ന് വെച്ചാൽ തലയിൽ നിറച്ച് എണ്ണ ഇട്ടിട്ട് കുളിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷേ കുറേ ദിവസങ്ങളായിട്ട് ഈ ചൂടും കാര്യങ്ങളും കാരണം ഈ എണ്ണ ഇടുമ്പോൾ ഇങ്ങനെ ഒലിക്കുമ്പോൾ ഇതൊരു ഇതല്ലേന്ന് വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ മിനി വന്നു ബാക്കി കാര്യങ്ങൾ. അപ്പോൾ എന്നോട് പറഞ്ഞു എല്ലാം ചെയ്തിട്ട് പോവാം ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സ്വതവേ അവിടെ പോയി കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് തന്നെയാണ് വരിക കേട്ടോ. അപ്പോൾ അവർ പറയായിരുന്നു ഭയങ്കരമായിട്ട് കരുവാളിച്ചു, കണ്ണിൻ്റെ തടം കറുത്തു, ചേച്ചിയുടെ ഉറക്കക്ഷീണമാണെന്നിട്ട് അവരുടെ കയ്യിൽ നിന്നും കുറേ വഴക്ക് കേട്ടു. ഡോക്ടറെ അടുത്ത് പോയ ഡോക്ടറുടെ കയ്യിൽ നിന്നും കുറേ വഴക്ക് കേൾക്കും. അപ്പോൾ നിങ്ങൾ കാണുന്ന ഓരോരുത്തരും എന്നോട് പറയണതും അതാ. അപ്പോൾ സാധാരണ കയ്യുമ്പോൾ ഭയങ്കര കരുവാളിപ്പാണ് എനിക്ക് കാണാറ് കേട്ടോ. അത് ഈ ഫാറ്റി ലിവറിൻ്റെ ആണ്. അപ്പോൾ അതും കണ്ണിൻ്റെ തടവും ഭയങ്കരമായിട്ട് കറുപ്പുണ്ടാവും. ബോഡിയിലും അവിടെ മുഖത്തും അവിടെ ഇവിടെയൊക്കെ കറുപ്പ് കളർ. അപ്പോൾ അത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം കൂടി സംഭവം എന്ന് മനസ്സിലാക്കാം. അങ്ങനെയാണ് കേട്ടോ. എൻ്റെ കണ്ണിൻ്റെ തടം ഭയങ്കരമായിട്ട്, അത് ഉറക്കത്തിൻ്റെയാണെന്ന് എനിക്കറിയാം. കാരണം 3-4 ദിവസമായിട്ട് ഞാൻ 2 മണിക്കാണ് ഉറങ്ങിയിരുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ബിസിനസ്സിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഇരിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ചില സമയത്ത് നമ്മുടെ ശരീരം മറന്ന് നമ്മളതിന് വേണ്ടി ഇരിക്കും. അപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു ട്രീറ്റ്മെൻറ്റാണ് കേട്ടോ. എന്ത് ട്രീറ്റ്മെൻറ്റ് എന്നാണ് പറഞ്ഞത്, അത് ഞാൻ ആ കുട്ടിയെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞ് അതൊന്ന് നോക്കിയത് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ കുഴപ്പമില്ല. പക്ഷേ എനിക്ക് കുറേ ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു കുറച്ച് പിന്നീട് ഞാൻ വരുമ്പോൾ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇട്ടു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് മൊത്തത്തിൽ എന്താ പറയുക, വേറൊരു ഗെറ്റപ്പായിട്ടോ. ഫുള്ള് മാറിയപ്പോൾ എന്താ പറയുക, എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാണ്ട് മുടി ഒന്ന് ഷേപ്പ് ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ അടിപൊളിയാക്കി. ബാക്കി വിശേഷം നമുക്ക് നേരിട്ട് പറയാം കേട്ടോ. ഞാൻ ആ കുട്ടികളോട് തന്നെ ചോദിച്ചിട്ടുണ്ട് എന്താണ് ചെയ്തത്, ഏതാണ് ചെയ്തതെന്ന്. അവരെ കൊണ്ട് തന്നെ പറയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്കും അറിയാലോ, ഞാനിത് പറഞ്ഞിട്ട് വല്ല വിഡിത്തം കയറി പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ മുടി വെട്ടിയതും എനിക്കിഷ്ടം. എൻ്റെ ഉള്ളു മൊത്തം പോയി, മുടിയുടെ ഉള്ളു മൊത്തം പോയി. അവരും പറഞ്ഞു മുടിയൊക്കെ പോയി എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ചെയ്തതൊക്കെ ഇത് എന്നിട്ടാന്ന് പറഞ്ഞു. പിന്നെ അത് വാട്സ് എടുക്കലേ
വാട്സ് എടുക്കലേ അത് നമ്മളിവിടെ സ്ഥിരമായിട്ട് ചെയ്യാറുള്ളതാണ്. അത് ഡിമ്പിൾ ഡാമയുടെ മുഖത്തിന് 5-6 ഉണ്ടായിരുന്നു, അത് ഞാൻ റിമൂവ് ചെയ്തതാണ്. അപ്പൊ ഇനി ഇത് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് വാഷ് ചെയ്യണ്ട മുഖം, അത് നാളേക്ക് ഒന്ന് പൊളിഞ്ഞു പോകും, 2-3 ദിവസം ഒന്ന് പൊളിഞ്ഞു പോയത്. അപ്പൊ അത് ക്ലീൻ ആയി കൊടുക്കും. പിന്നെ നമ്മൾ ഓക്സി ബ്ലീച്ച് ഇട്ടു, ഡീറ്റാന്റെ വേസ്റ്റില് പതിവ് പോലെ. ഞാനിവിടെ നിന്നാണ് കേട്ടോ ഞാൻ സ്ഥിരം ചെയ്യാറ്. മിനിയാണ് എനിക്കെല്ലാം ചെയ്തിട്ടാണ് ഡീറ്റാന്റെ വേസ്റ്റില് ചെയ്തു. അപ്പൊ ഇതാണ് ഇത് നമ്മുടെ പഠിക്കാൻ പറ്റുന്ന കുട്ടിയുടെ ദേവികയ്ക്ക് ഒരു ചെറിയ നാളുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ പോയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഡിമ്പിൾ ഇതേ 2 ദിവസം മുമ്പ് വന്ന് പോയത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഇതേ ഇന്ന് ഞാനും വന്നു. ഇനിയിപ്പോൾ അടുത്ത മാസം പറയാം. ഓക്കെ, താങ്ക് യു. ഇതേ എല്ലാം കഴിഞ്ഞ് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു വീഡിയോ ഈ നേരത്ത് എടുത്ത് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇനി രാത്രിയായിട്ട് ഉറക്കം ഒളിക്കേണ്ടത് ഇന്ന് പോയവരും പറഞ്ഞു ഉറക്കം ഒളിച്ചിട്ടാണ് ഈ കണ്ണിൻ്റെ അടിയിലൊക്കെ ഈ ഷെയ്ഡുന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് തൊട്ട് നല്ല കുട്ടിയാവാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എത്രത്തോളം നടക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ശരി. അപ്പം ഞാൻ ദേ വീട്ടിലെത്തി. ഇനിയിപ്പോൾ ഞാൻ നോക്കുമ്പോൾ രാത്രി വരെയായി കഴിഞ്ഞാൽ ഇനിയും ലേറ്റാവും. അപ്പോൾ എൻ്റെ ഉറക്കം പോണതാണ് എൻ്റെ മെയിൻ പ്രശ്നം എന്നാണ് ഇപ്പോൾ പറയണത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നേരത്തോടെ വീഡിയോയുടെ കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് നാളേക്കുള്ളത് നേരത്തോടെ അപ്ലോഡ് ചെയ്താൽ പിന്നെ എനിക്ക് ശരിക്കും 10 മണിയൊക്കെ ആകുമ്പോഴേക്കും കിടന്നുറങ്ങാമല്ലോ. അപ്പം നമുക്ക് നാളെ തൊട്ടൊരു കാര്യം ചെയ്യാം, രാത്രി തൊട്ടുള്ള വിശേഷങ്ങൾ പിറ്റേ ദിവസം കാലത്ത് കാണിക്കാം. അപ്പോൾ ഞാൻ സന്ധ്യ നേരത്തെ നമ്മളുടെ പ്രാർത്ഥന എത്തിക്കില്ല. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ നട തുടങ്ങി വെച്ചിട്ട് പിറ്റേ ദിവസം ഉച്ചതിരിഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചേക്കണം. അപ്പോഴും നിങ്ങൾക്ക് എൻ്റെ എല്ലാ വിശേഷങ്ങളും അറിയാമല്ലോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. പതിവ് പോലെ നട അതായത് നമ്മുടെ പ്രാർത്ഥനയുടെ രൂപത്തിൽ തന്നെ ഞാൻ അവസാനിപ്പിക്കുന്നത് കേട്ടോ. അതൊരു മുടക്കം വരുത്തുന്നില്ല. കാരണം നിങ്ങളെല്ലാവർക്കും ഇഷ്ടം അതാണ്. രാവിലെ എന്താ പറയുക, കുരിശ് വരച്ചരി എണീക്കുന്നത് തൊട്ട് കിടക്കുമ്പോൾ ഉള്ള ആ രൂപം കണ്ട് കിടക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. പ്രത്യേകിച്ച് സ്ലീപ്പിംഗ് സെയിൻറ്റ് ജോസഫ് ഉറങ്ങുന്ന ഔസേപ്പിതാവിനെ കണ്ടുകൊണ്ട് ഉറങ്ങാനാണ് എല്ലാവർക്കും ഇഷ്ടമെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പതിവ് മുടക്കണില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടി എടുത്തിട്ട് വരാം. പിന്നെ ചായ വെക്കിൻ്റെ അവിടെ കുട്ടികൾ, അപ്പോൾ ഞാൻ നോക്കട്ടെ ചായയുടെയും കൂടി ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ ചായയുടെയും കൂടി ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ അങ്ങനെ, അപ്പോൾ എല്ലാവർക്കും ബൈ. അങ്ങനെ ഞാൻ ദേ കിച്ചണിലേക്ക് വന്നപ്പോൾ ഇവിടെ നാത്തൂനും ചായ ഇടുന്ന ബഹളമാണ് കേട്ടോ. അപ്പോൾ അതേ ചാക്കോച്ചൻ ഓച്ചിൻ്റെ മടിയിലിരിക്കുന്നുണ്ട്, ഡിവൈൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെന്നെ കളിയാക്കണം. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എണീറ്റിട്ട് പറഞ്ഞേ നാളെ തൊട്ട് 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, രാത്രി 10 മണിക്ക് കിടക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരെന്നെ കളിയാക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ തലേ ദിവസം ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെ ആവാറുണ്ട്, എല്ലാതും റെഡി ആവാറുണ്ട് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ രാവിലെ എണീറ്റിട്ട് അങ്ങോട്ട് തട്ടി ഇവരൊക്കെ 10:30 ആക്കണതാണ്. അപ്പോൾ ഞാനത് പറഞ്ഞപ്പോൾ മമ്മിയെ ഇത് പറഞ്ഞു തുടങ്ങിയിട്ട് കുറേ നാളായി, ഇത് നടപ്പിലാവുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കറിഞ്ഞൂടാ, ഞാൻ എങ്ങനെ പറഞ്ഞാലും എല്ലാവരും എണീറ്റ് പിടിച്ച് ഭക്ഷണം കഴിച്ച് വരുമ്പോൾ സമയം 10:30 ആവും. അതിപ്പോൾ എനിക്ക് എന്താണ് ഉണ്ടാവണതെന്ന് എനിക്കറിയില്ല. അതുപോലെ രാത്രി ആയാലും അതെ, സംഭവം ഭക്ഷണം 9-9:30 ആകുമ്പോൾ റെഡിയാവും. പക്ഷേ കഴിച്ച് കഴിഞ്ഞ് എല്ലാവരും എണീക്കുമ്പോഴും സമയം 10-11 ആവും. അപ്പോൾ ഇത് ഞാൻ പറയാമായിരുന്നു ഇനി അത് ശരിയാവില്ല, ഇനി മാറ്റി വെക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ചായ കുടിച്ചു. അപ്പോൾ ഡാഡിയുടേതായ കാര്യങ്ങൾ ചെയ്യണു. ഡാഡിയുടെ പണിയാണ് കേട്ടോ, കവറിൽ സീലടിക്കലും ബാക്കി കാര്യങ്ങൾ ഒതുക്കി വെക്കലൊക്കെ. എനിക്ക് ജസ്റ്റ് അഡ്രസ്സ് എഴുതലും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതേ പുതിയ സെറ്റ് വള വന്നിട്ടുള്ളതാണ്. കയറ് പിരിമ റൂബിയും ജെയ്ഡും സ്റ്റോൺസ്. അപ്പോൾ ഇത് അതുപോലെ നല്ല കൊന്ത കേട്ടോ, കല്ലാണത്. നമ്മൾ പല്ലുമ്മ തട്ടുമ്പോൾ ഒച്ച കേൾക്കുന്ന കല്ലുണ്ടല്ലോ, അതാണ്, പേളല്ല, ഒരു തരം കല്ലാണ്, വില കൂടിയ കല്ലാണത്. പക്ഷേ ഭയങ്കര ഭംഗിയാണ്, നല്ല നീളവും കൂടുതലാണ്, ഭയങ്കര നീളത്തിലുള്ള ഒരു കൊന്തയാണ് കേട്ടോ. ഈ അച്ഛന്മാരൊക്കെ ഇടില്ലേ അതുപോലെയുള്ള കൊന്തയാണ്. സാധാരണ നമ്മുടെ കൊന്ത ചെറുതാവും, ഇത് ഭയങ്കര നീളമുള്ള കൊന്തയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതതുപോലെ ഇങ്ങനത്തെ ഫാൻസി മാലകൾ കല്യാണങ്ങൾക്കൊക്കെ നമുക്ക് ഇടാൻ പറ്റിയ കുറേ മാലകൾ വന്നിട്ടുണ്ട്. അതിലൊരു നല്ലൊരു ഐറ്റമാണിത് കേട്ടോ. പക്ഷേ കറക്റ്റ് ഗോൾഡ്, ഒരൊറ്റ ആളും പറയില്ല അത് ഗോൾഡ് അല്ല എന്നുള്ളത്. അത്ര ഭംഗിയുള്ളൊരു മാലയാണിത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഓർഡർ അനുസരിച്ച് നമ്മൾ പ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇത് സാൻഡ് സ്റ്റോൺ, ഈ പറഞ്ഞ പോലെ സാൻഡ് സ്റ്റോൺ വളരെ റയറായിട്ട് കിട്ടുന്ന ഐറ്റമാണ്. അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ളൊരു ഐറ്റമാണ് കേട്ടോ. 2 ലെയറിൻ്റെ സാൻഡ് സ്റ്റോൺ. ഇതിൻ്റെ തന്നെ ഒരു ഡ്രോപ്സ് ഉണ്ട്, കമ്മൽ 2 ആയിട്ടുള്ളത്. ഇത് ഈ പറഞ്ഞ പോലെ പാലയ്ക്ക പ്ലേറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അപ്പം ഇതൊക്കെ നമുക്ക് നാളെ സെൻഡ് ചെയ്യേണ്ട ഐറ്റംസാണ് കേട്ടോ.
അപ്പോൾ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ പരിയപ്പുറത്തേക്ക് ഇറങ്ങി എൻ്റെ മക്കളുടെ അടുത്തേക്ക്. കാരണം അവരിന്ന് ഞാൻ പകൽ വല്ലാണ്ട് നോക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ വേഗം ചെന്നപ്പോൾ 3 ആളും കൂടിയിട്ടുള്ള കൊഞ്ചലാണ് കേട്ടോ. 3 ആൾക്കും ഞാൻ കുറച്ച് നേരം നിന്ന് അവരുടെ കൂടെ ഒന്ന് കളിച്ചാൽ അവർക്കൊരു സന്തോഷമുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവരുടെ കൂടെയൊക്കെ ഇരുന്ന്, ഇനിയിപ്പോൾ ഇറച്ചി വെച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണില്ലല്ലോ, അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ കാണിക്കാം. എല്ലാ ദിവസവും എൻ്റെ മക്കളെ നിങ്ങളും കാണുന്നതല്ലേ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം, ഇന്നലത്തെയും ഇന്നത്തെയും വിശേഷങ്ങൾ 2 ദിവസത്തെയും കൂടിയിട്ട് നിങ്ങൾ കേട്ടല്ലോ. ഞാൻ പറ്റിയെങ്കിൽ എങ്ങനെ വെച്ചാൽ 2 ദിവസം കൂടുമ്പോൾ ഞാൻ വീഡിയോ ഇടല്ലോ. അപ്പോൾ അത് നോക്കിയിട്ട് ഇപ്പോൾ തൽക്കാലം ഞാൻ എല്ലാ ദിവസവും ഇടണമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ എന്താ പറയുക അവസാനിപ്പിക്കുന്നത് പറയണത്. പക്ഷേ ഞാൻ നോക്കിയിട്ട് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം.